നമസ്കാരം. ഈ അടുത്തിടെ വിക്ടർ ഗാവോ എന്ന പേരുള്ള ഒരു ചൈനക്കാരൻ എൻ്റെ ഒരു പ്രസ്താവന വളരെ വിവാദമാവുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, മറ്റുള്ളവർ നമ്മളോട് ചെയ്യരുതെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത് ഒരു നദീജല തർക്കം അല്ലെങ്കിൽ അന്താരാഷ്ട്ര നദീജല കരാറുകളുമായി ബന്ധപ്പെട്ട ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത്. ആ സമയത്ത് സിന്ധു നദിയെ ഇന്ത്യ എങ്ങനെ ഉപയോഗിക്കുമെന്നും അത് പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ എങ്ങനെ അതിനെ നിയന്ത്രിക്കും എന്നൊക്കെയുള്ളൊരു ചർച്ച ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് ഏകദേശം ഒരുപക്ഷെ ഭീഷണി എന്ന് കരുതാവുന്ന സ്വരത്തിലാണ് വിക്ടർ ഗാവോ ഈ പറഞ്ഞത്. കാരണം ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിലൊന്നായ ബ്രഹ്മപുത്ര, അതേപോലെ സിന്ധു, ഈ പറഞ്ഞ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വഴി കടന്നു പോകുന്ന സിന്ധു നദി, ഇൻഡസ് റിവർ ഉൾപ്പെടെ പല നദികളും ചൈനയിലാണ് ഉത്ഭവിക്കുന്നത്. അവർക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് വിക്ടർ ഗാവോ പറഞ്ഞത്, മറ്റുള്ളവർ നമ്മളോട് ചെയ്യരുത് എന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും ചെയ്യാൻ പാടില്ല എന്നും. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉദാഹരണമാണ്. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ഒരു പദ്യമാക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ അപരന് സുഖത്തിനായി വരണം എന്ന വളരെ പ്രശസ്തമായ വരി. ഇവിടെ നിന്നിട്ട് ഇത് കേൾക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ചത്, ഞാൻ ആയിടെ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകമാണ് ടിച്ച് നാട്ട് ഹാൻഡ് എന്ന ഒരു ആധുനിക ബുദ്ധ സന്യാസി എഴുതിയ ദി ഓൾഡ് പാത്ത് വൈറ്റ് ക്ലൗഡ്സ് എന്ന് പറയുന്ന പുസ്തകം. അതിൽ ലോകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴയ നദീജല തർക്കത്തെക്കുറിച്ചും നദീജല തർക്കം പരിഹരിച്ചതിനെക്കുറിച്ചും ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. മനുഷ്യൻ കൃഷി ആരംഭിക്കുകയും സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്ത കാലം മുതൽ ജലത്തിൻ്റെ ഉപയോഗം, പ്രത്യേകിച്ച് തടാകങ്ങളിലെയും നദിയിലെയൊക്കെ ജലത്തിൻ്റെ ഉപയോഗം ഒരു തർക്ക വിഷയവും യുദ്ധത്തിനൊക്കെ തന്നെ കാരണമായ സംഗതിയായിരുന്നു. കാരണം ജലം സ്വന്തമാക്കിയ അല്ലെങ്കിൽ ജലത്തിൻ്റെ സ്രോതസ്സുകൾ സ്വന്തമായുള്ള സമൂഹങ്ങൾ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ മറ്റുള്ളവർ അവിടേക്ക് അറ്റാക്ക് നടത്തുന്നൊരു സംഗതി കൂടെ ചരിത്രകാലത്തിൽ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു നദീജല തർക്കം ഒരുപക്ഷെ ആദ്യത്തേത് ഞാനീ പറയാൻ പോകുന്നതാണ്. അതിൽ ബുദ്ധൻ്റെ കാലത്ത് നടന്ന ഒരു തർക്കമാണ്. സാധാരണയിലധികം വരൾച്ച ഉണ്ടായ ഒരു വേനൽക്കാലത്ത് ബുദ്ധൻ്റെ രാജ്യക്കാരായ, അതായത് ബുദ്ധൻ്റെ വംശക്കാരായ ശാക്യ വംശവും ബുദ്ധൻ്റെ അമ്മയുടെ ബന്ധുക്കൾ തന്നെയാണ് കോലിയ എന്ന് പറയുന്ന വംശക്കാരും, അവർ രണ്ട് രാജ്യങ്ങളായിരുന്നു, ഈ ശാക്യരും കോലിയരും. അവർ രോഹിണി നദിയിലെ ജലം പങ്കുവച്ചിരുന്നു. അപ്പോൾ കോലിയയുടെ രാജ്യത്ത് നിന്നാണ് ശാക്യരുടെ രാജ്യത്തിലേക്ക് ഈ രോഹിണി ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ വലിയൊരു വേനൽ വന്നപ്പോൾ ജലം ഭയങ്കര ക്ഷാമമുണ്ടായി. ആ സമയത്ത് കർഷകർ ഈ നദിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം അവർ അണകെട്ടി നിർത്തുകയും മറ്റും ചെയ്തു. അപ്പോൾ ശാക്യ പ്രദേശത്തുള്ള കർഷകർ നദിയിലെ വെള്ളം എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കർഷകർ തമ്മിൽ ആദ്യം വാഗ്വാദവും പിന്നീട് സംഘർഷവും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജാക്കന്മാർ അവരുടെ പോലീസുകാരെ അയച്ചു. അത് കഴിഞ്ഞിട്ട് പട്ടാളത്തെ തന്നെ അയച്ചു. അപ്പോൾ അതോടുകൂടി യുദ്ധം ആരംഭിച്ചു. ജലത്തിന് വേണ്ടി ഒരുപക്ഷെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ യുദ്ധം തുടങ്ങി. അങ്ങനെ യുദ്ധം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടുവന്നു. ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായി. ആ സമയത്താണ് ബുദ്ധൻ ഇതറിയുന്നത്. ബുദ്ധൻ ആ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിക്കുകയും രണ്ട് കൂട്ടരെയും വിളിച്ചു കൂട്ടുകയും ചെയ്തു. അങ്ങനെ രണ്ട് രാജാക്കന്മാരെ വിളിച്ചു കൂട്ടി അവരോട് ബുദ്ധൻ ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാണ്. നിങ്ങൾക്ക് വെള്ളമാണോ വലുത്, അതോ നിങ്ങളുടെ പട്ടാളക്കാരുടെ ജീവനാണോ, നിങ്ങളുടെ സൈനികരുടെ ജീവനാണോ വലുത് എന്നാണ് ബുദ്ധൻ ചോദിച്ചത്. ഇത് എക്കാലവും യുദ്ധസംബന്ധമായി വളരെ പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഭൗതികമായി വരച്ചിരിക്കുന്ന വരകളാണോ വലുത്, അതോ ഇതിനപ്പുറം ഇപ്പുറം നിൽക്കുന്ന മനുഷ്യരുടെ ജീവനാണോ വലുത്? ഇത് ഏത് കാലത്തും യുദ്ധരംഗത്ത് നിൽക്കുന്ന കക്ഷികൾക്കിടയിൽ വയ്ക്കാവുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ആ ചോദ്യം ഈ രണ്ട് രാജാക്കന്മാരിലും രണ്ട് സൈനിക പ്രമാണിമാരിലും ഒക്കെ ഒരു വെളിച്ചം പരത്തി.
അവർ പറഞ്ഞു ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ സൈനികരുടെ ജീവൻ തന്നെയാണ്, മനുഷ്യ ജീവൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അതിനുശേഷം ബുദ്ധൻ പറഞ്ഞത് നമ്മുടെ ദേഷ്യം, അതുപോലെ അത്യാഗ്രഹം, അതുപോലെ അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെയാണ് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത് എന്നും അവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇത് ഓരോന്നും ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങളായി മാറാറുണ്ട്. ഈ ആങ്കർ എപ്പോഴും പ്രശ്നമാവും, അതുപോലെ അറ്റാച്ച്മെൻ്റ് ഉൾപ്പെടെ അത് പ്രശ്നമായി മാറും. അറ്റാച്ച്മെൻ്റാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കാരണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അങ്ങനെ ആദ്യമായി ഒരു രേഖപ്പെടുത്തപ്പെട്ട നദീജല തർക്കം ബുദ്ധൻ ഇടപെട്ട് അവസാനിപ്പിച്ചതിൻ്റെ ചരിത്രമാണ് ഈ പറഞ്ഞത്. ഞാൻ ഈ ഓൾഡ് പാത്ത് വൈറ്റ് ക്ലൗഡ്സിൽ ഇത് വായിച്ചപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് വളരെ പഴയ പാലി ഡയലക്ട്സിലുള്ള ബുദ്ധ കൃതികളിൽ ഉൾപ്പെടെ ഈ പ്രശ്നം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ബുദ്ധൻ്റെ ഒരു നെഗോഷിയേഷനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ കഥ അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവം പരാമർശിച്ചിട്ടുണ്ട്. ധർമ്മബോധ ഉൾപ്പെടെ ഒരുപാട് ബുദ്ധ സാഹിത്യത്തിൽ ഈ പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ലോകത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഒരു നദീജല തർക്കവും അതിൻ്റെ നെഗോഷിയേഷൻ പരിഹാരവുമായി ഇതിനെ കണക്കാക്കാം.